ആ ദിവസം ലാസർ രോഗം ബാധിച്ചു കിടക്കുന്നു എന്നറിയിച്ചുകൊണ്ട് യേശുവിന് അറിയിപ്പ് ലഭിച്ചു. യേശുവിന് അറിയിപ്പ് ലഭിച്ച സമയത്ത് അവർ പറഞ്ഞതായ രീതി എന്താണെന്നറിയാമോ? യേശുവേ, നിന്നെ കൂടുതൽ സ്നേഹിക്കുന്ന എന്നവർ പറഞ്ഞില്ല. നീ കൂടുതൽ സ്നേഹിക്കുന്നവൻ. ഏതാണ് വലുത് പറയുക? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതാണോ, ദൈവം നമ്മെ സ്നേഹിക്കുന്നതാണോ? ഉറക്കെ പറയുക. മനസ്സിലായോ? നിങ്ങളിൽ എത്ര പേർക്ക് നമ്മുടെ പ്രധാനമന്ത്രിയെ അറിയാം? കരമുയർത്താമോ? പ്രധാനമന്ത്രിക്ക് നിങ്ങളെ അറിയാമോ? അതാണ് വലുത്. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നതല്ല വലുത്, ദൈവം നമ്മെ സ്നേഹിക്കുന്നതാണ് വലിയ കാര്യം. നമ്മൾ ദൈവസന്നിധിയിലേക്ക് പോകുന്നതല്ല വലിയ കാര്യം, ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരുന്നതാണ് വലുത്. എന്തുകൊണ്ടാണ് ബഥാന്യ ഗ്രാമത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ മാർത്തയെയും മറിയയെയും ലാസറിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്? കാരണം അറിയാമോ? ആ വീട്ടിൽ യേശു ക്രിസ്തു വന്നു. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ എപ്പോഴാണ് വിലയേറിയ ജീവിതങ്ങളായി മാറുന്നതെന്നറിയാമോ? എപ്പോഴനുഗ്രഹപ്രദമായ അനേകർക്ക് മാതൃകയുള്ള ജീവിതങ്ങളായി മാറുന്നു എന്നതറിയാമോ? നീ ആലയത്തിലേക്ക് വരുമ്പോൾ അല്ല, ദൈവം നിന്റെ ഗൃഹത്തിലേക്ക് വരികയാണെങ്കിൽ അതാണ് യഥാർത്ഥമായുള്ള അനുഗ്രഹം. അന്ന് കർത്താവ് മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ വന്നു. കാരണമറിയാമോ? ബഥാനിയ ഗ്രാമത്തിൽ അനേകം ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മാർത്തയും മറിയയും ലാസറും എല്ലാവരെയും പോലെയല്ല. ഇവർ യേശുക്രിസ്തുവിനെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കാനിടയായി. പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ചുറ്റുപാട് നോക്കുക. ഒരുപാട് വീടുകൾ കാണും. ഒരുപക്ഷെ നിങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് വീടുകൾ കാണും. 12 ഫ്ലാറ്റ്സ് ഉണ്ടായിരിക്കാം, അതിലും കൂടുതലായിരിക്കാം. എന്നാൽ അവരിലെല്ലാവരിലും വെച്ച് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആരാണ് വലുതെന്നറിയാമോ? ആരാണോ യേശുവിനെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്, അവരായിരിക്കുമല്ലോ ദൈവദൃഷ്ടിയിൽ വലിയവർ. പ്രിയ സഹോദര സഹോദരി, ബഥാനിയ ഗ്രാമത്തിൽ അനേകം ആളുകളുണ്ട്. എന്നാൽ ബഥാനിയ ഗ്രാമത്തിന് പേര് കിട്ടിയതിൻ്റെ കാരണമറിയാമോ? ഇന്ന് ആ ഗ്രാമത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നതിൻ്റെ കാരണമറിയാമോ? ആ ഗ്രാമത്തിലുള്ള ഒരു കുടുംബം യേശുക്രിസ്തുവിനെ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. യേശുക്രിസ്തു ആ വീട്ടിൽ വരികയും പോവുകയും ചെയ്യുമായിരുന്നു. ചോദ്യം: ഇന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞങ്ങളുടെ വീട്ടിൽ യേശു ഉണ്ടെന്ന്, ഞങ്ങളുടെ വീട്ടിലേക്ക് യേശു വരുന്നുണ്ട് എന്ന്? എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ യേശു താമസിക്കുന്നുണ്ട്? അതാണ് അത്ഭുതകരമായിട്ടുള്ള അനുഗ്രഹം. നിന്റെ വീട്ടിൽ, നിന്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ എഴുതി വയ്ക്കുന്നത് തെറ്റല്ല, അത് നല്ല കാര്യമാണ്. എന്നാൽ വീട്ടിൽ വചനം എഴുതി വച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ദൈവമുണ്ട് എന്നുള്ള ഭ്രമത്തിൽ മാത്രം ജീവിക്കരുത്. അന്ന് ബഥാനിയ ഗ്രാമത്തിലുള്ള മാർത്തയും മറിയയും ലാസറും യേശുവിനെ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. യേശു അവരുടെ വീട്ടിലേക്ക് വന്നു. അതാണ് വലിയ കാര്യം. 2, യേശു അവരെ അറിഞ്ഞു. അവരെക്കുറിച്ച് യേശുവിന് നന്നായിട്ടറിയാം. അതുമാത്രമല്ല, യേശു ലാസറിനെ സ്നേഹിച്ചിരുന്നു. യേശു ക്രിസ്തുവിനെ പ്രിയമുള്ളവനായ ലാസറിന് എന്തുപറ്റി? രോഗം വന്നു. നമ്മൾ ക്രിസ്ത്യാനികളാണ് എങ്കിലും കഷ്ടത കടന്നുവരും. നീ യേശുവിനെ സ്നേഹിച്ചാലും യേശു ക്രിസ്തു നിന്നെ സ്നേഹിച്ചാലും കഷ്ടതകളുണ്ടാകും. ദാവീദിനെ ദൈവം സ്നേഹിച്ചിരുന്നില്ലേ? സ്നേഹിച്ചിരുന്നു. എന്നാൽ 13 വർഷങ്ങളോളം ദാവീദ് ഭയങ്കരമായിട്ട് അലയാനിടയായി. ജീവൻ രക്ഷിക്കേണ്ടതിനു വേണ്ടി ഓടേണ്ടി വന്നു. വിശന്നും ദാഹിച്ചും അലഞ്ഞു നടന്നു. ശത്രുഭയം കൊണ്ട് വിറച്ച് വിറച്ച് ദാവീദിന് കഴിയേണ്ടതായി വന്നു. യോസേഫ് നീതിമാനായിരുന്നില്ലേ? യോസേഫ് ദൈവത്തിൻ്റെ പൈതലല്ലേ? യോസേഫിനെ ദൈവം സ്നേഹിച്ചിരുന്നില്ലേ? ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ യോസേഫിൻ്റെ ജീവിതത്തിൽ എത്രയോ കഷ്ടതകൾ വന്നു. തൻ്റെ സ്വന്തക്കാർ തന്നെ വെറുത്തു. അവർ ദുഷിച്ചു, അസൂയ കാട്ടി, പക കാണിച്ചു. അവസാനം സ്വന്തം സഹോദരങ്ങൾ അവനെ വെള്ളി നാണയത്തിന് വിറ്റുകൊടുത്തു.
രാജകുമാരനായിട്ട് ജീവിച്ചു വന്നവനായ യോസേഫിന് പിന്നീട് മിസ്രയീം രാജ്യത്തൊരു അടിമയായി, വേലക്കാരനായി ഒരു വീട്ടിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടതായി വന്നു. മനസ്സിൽ എത്ര വേദന തോന്നിയിട്ടുണ്ടാകാം. മാനസികമായ എത്രയോ ആകുലതകളും ദുഃഖങ്ങളും വന്നിരിക്കാം. ദൈവമേ, ഞാൻ നിന്നിൽ വിശ്വസിച്ചില്ലേ? നീതിയോടെ സത്യസന്ധതയോടെ ഞാൻ ജീവിച്ചവനല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് കഷ്ടത വന്നത്? എനിക്കെന്തുകൊണ്ടാണ് കർത്താവേ ഈ ദുഃഖങ്ങൾ? എനിക്കെന്തുകൊണ്ടാണ് ഈ അപമാനങ്ങളൊക്കെ? നീതിയോടെ സത്യസന്ധതയോടെ ജീവിച്ചിട്ട് പാപം ചെയ്യില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ എനിക്കത് കഷ്ടതയ്ക്ക് കാരണമായി തീരുന്നു. അതുകൊണ്ടിപ്പോൾ എൻ്റെ മേൽ കുറ്റമാരോപിച്ച്, അവിഹിത ബന്ധമെന്ന് ആരോപിച്ച്, ഞാൻ വലിയ പാപം ചെയ്തു എന്ന് പറഞ്ഞ് എൻ്റെ മേൽ മുദ്രകുത്തി, എന്താണ് കർത്താവേ, എന്നെ ഇപ്പോൾ ജയിലിൽ അടയ്ക്കാനിടയായിരിക്കുന്നു. വേദപുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ദൈവത്തെ ഒരുപാട് സ്നേഹിച്ച് എല്ലാവരും തന്നെ കഷ്ടതകളിൽ കൂടി പോയിട്ടുണ്ട്, അപമാനങ്ങളിൽ കൂടി പോയിട്ടുണ്ട്, നിന്ദകളിൽ കൂടി പോയിട്ടുണ്ട്. മാത്രമല്ല, എന്നെയും നിന്നെയും രക്ഷിക്കുവാനായിട്ട് തൻ്റെ പുത്രനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ആ പുത്രന് എന്താണ് സംഭവിച്ചത്? അവൻ അപമാനിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു, അന്യായമായി അവനെ വിസ്തരിക്കാനിടയായി, അവനെ മുറിപ്പെടുത്തി, മുഖത്ത് ആഞ്ഞടിച്ചു, മാരകമായി ഉപദ്രവിച്ചു. അവൻ കഷ്ടത അനുഭവിച്ചിട്ട് അല്ലാതെ, അവൻ മുറിവേൽപ്പിക്കപ്പെട്ടിട്ടല്ലാതെ, അവൻ ക്രൂശിക്കപ്പെട്ടിട്ടല്ലാതെ എനിക്കും നിങ്ങൾക്കും എന്ത് ലഭിക്കില്ലായിരുന്നു? പാപക്ഷമ ലഭിക്കുകയില്ലായിരുന്നു, രക്ഷ ലഭിക്കില്ലായിരുന്നു. അതുകൊണ്ട് എന്നെയും നിന്നെയും രക്ഷിക്കുവാനായിട്ട് ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ എന്താണ് അനുവദിച്ചത്? കഷ്ടത, വേദനയും കണ്ണുനീരും. ദൈവത്തിൻ്റെ പുത്രനായിരുന്നിട്ട് പോലും എന്നെയും നിങ്ങളെ രക്ഷിക്കേണ്ടതിനു വേണ്ടി കഷ്ടതയിൽ കൂടി, കണ്ണുനീർ താഴ്വരയിൽ കൂടി കർത്താവിന് പോകേണ്ടി വന്നു. ലളിതമായ രീതിയിൽ പറയാം, വളരെ മനോഹരമായിട്ട് കൊത്തിയെടുത്തിരിക്കുന്ന ഒരു ശില്പമുണ്ടെന്നിരിക്കട്ടെ. ആ മനോഹരമായി കാണുന്ന ശില്പം അത്ര മനോഹരമായ ഒരു വസ്തുവായിട്ട് മാറിയെങ്കിൽ അതിൻ്റെ കാരണമെന്തെന്ന് പറയൂ? ചില ശില്പങ്ങൾക്ക് ഒരുപാട് വിലയാണ്. ചില ശില്പങ്ങൾക്ക് ലക്ഷങ്ങൾ വില കൊടുക്കേണ്ടി വരും. ചിലവയ്ക്ക് കോടികൾ വിലമതിക്കുന്നതാണ്. നോക്കുക, വിരൂപമായി കിടന്നതായ, ഒരു ഷേപ്പുമില്ലാതെ കിടന്നതായ ഒരു കല്ലിന് ഒരു നല്ല ശില്പമായിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്താണ് ചെയ്യേണ്ടത്? അതിന് ചുറ്റിക വേണം. ഉളി ആവശ്യമാണ്. ഉളി കയ്യിൽ പിടിക്കണം, ചുറ്റികയും പിടിക്കണം, ചിസിൽ വേണം, ഹാമർ വേണം. ഇപ്പോൾ വളരെ മനോഹരമായ, വളരെ അത്ഭുതകരമായ ഒരു ശില്പം നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കല്ലിൽ ചുറ്റിയ കൊണ്ട് കൊത്തണം. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെയൊരു ചൊല്ലുണ്ട്, എ നോബൽ സ്റ്റാച്യു വിൽ ഹാവ് ടു അണ്ടർഗ്രോ ആസ് മെനി ആസ് ചിസിൽ ബ്ലോസ്. ഏത് കല്ലാണോ ഏറ്റവും കൂടുതൽ അടികൾ ഏറ്റുവാങ്ങുന്നത്, ആ കല്ലാണ് മനോഹരമായ ശില്പമായി മാറുന്നത്. ചോദിക്കട്ടെ, അടികൾ ഏറ്റുവാങ്ങാതെ, ചുറ്റിക കൊണ്ട്, ഉളിയെടുത്ത് ചുറ്റിക കൊണ്ട് അടിക്കാതെ കല്ലിന് നല്ല രൂപമുണ്ടാകുമോ? ഇല്ല. അതുപോലെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് മുന്തിരിച്ചാറ് കുടിക്കണമെങ്കിൽ മുന്തിരി എന്തായി മാറണം? കുറച്ച് ഉറക്കെ പറയുക. അത് അരയണം. രുചികരമായൊരു ചായ വേണമെങ്കിൽ ആ ചായപ്പൊടി എന്തു ചെയ്യണം? വേകണം. നല്ല രുചികരമായ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് വയ്ക്കുമ്പോൾ അതിൻ്റെ അടിയിൽ തീയിടണം. അതുകൊണ്ടാണല്ലോ ചില ഭർത്താക്കന്മാർ തീയിടുന്നത്. അതുകൊണ്ടാണ് ചില ഭാര്യമാർ തീയിടുന്നത്. പ്രിയ സഹോദര സഹോദരി, മനസ്സിലാക്കുക, തീയിൽ വെച്ചെങ്കിൽ മാത്രമേ ആ കറി വേവുകയുള്ളൂ. പഴങ്ങൾ പിഴിഞ്ഞെടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ രസം കിട്ടുകയുള്ളൂ. കല്ലിനെ കൊത്തിയെടുത്തെങ്കിലേ അതൊരു ശില്പമായിട്ട് മാറുകയുള്ളൂ. പൂവ് നമ്മൾ ബലം പ്രയോഗിച്ച് പറിച്ചെടുത്തെങ്കിൽ മാത്രമേ അത് നമ്മുടെ കയ്യിലേക്ക് വരികയുള്ളൂ. ചിലർ തലയിൽ വയ്ക്കും, ചിലരാണെങ്കിൽ ചെവിയിൽ വയ്ക്കും. സഹോദര സഹോദരി, ചോദിക്കട്ടെ, പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? എന്താണെങ്കിലും ശരി, കുറച്ച് അടികൾ ഏറ്റുവാങ്ങുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ട് മാറുകയുള്ളൂ. നല്ല കുറച്ച് തുണിയെടുക്കുക. അത് ഷർട്ടിൻ്റെ തുണിയാകട്ടെ, പാൻറ്റിൻ്റെ തുണിയാകട്ടെ, ടൈലറിൻ്റെ കയ്യിൽ കൊടുക്കുക.
നല്ലൊരു ഷർട്ട് തയ്ക്കാൻ പറഞ്ഞാൽ ആ ടൈലർ എന്ത് ചെയ്യും? തുണിയെടുത്തിട്ട് കത്രികയെടുത്ത് എന്ത് ചെയ്യും? കട്ട് ചെയ്ത് മാറ്റും. ഒരുപക്ഷെ അത് കണ്ടുകൊണ്ട് നിങ്ങൾ, എന്താണ് നിങ്ങൾക്ക് ബോധമില്ലേ? ഇത്രയ്ക്ക് വിലയുള്ളതായ തുണി നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നപ്പോൾ ഇത് മുറിച്ച് കഷ്ണമാക്കുകയാണോ? അതിനെ മുറിക്കേണ്ട രീതിയിൽ മുറിച്ച് കഷ്ണങ്ങളാക്കാതെ ഇതുകൊണ്ട് ഷർട്ട് തയ്ക്കുവാനായി കഴിയില്ല. ഒരേ ഒരു പീസായി ചതുരത്തിലിരുന്നതായ ആ തുണിയെ കട്ട് ചെയ്തപ്പോൾ മാത്രമാണ് ഷർട്ട് തയ്ക്കാൻ കഴിഞ്ഞത്. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഞാനും നിങ്ങളും ശ്രേഷ്ഠരായൊരു ആത്മീയനായിട്ട് ആ രൂപം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കും അടികൾ ആവശ്യമാണ്. ക്ഷതങ്ങൾ ഏൽക്കാതെ പ്രയോജനമുള്ളവരാകുവാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചിലത് അനുവദിക്കാറുണ്ട്. കഷ്ടതകളെ അനുവദിക്കാറുണ്ട്, നഷ്ടങ്ങളെ അനുവദിക്കാറുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മൾ കഷ്ടതയിൽ കൂടി, ബുദ്ധിമുട്ടിൽ കൂടി, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, ദയവുചെയ്ത് ശ്രദ്ധിക്കണം. ഭയപ്പെടേണ്ടതായ കാര്യമില്ല. ഏതോ അരുതാത്തത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായ ചിന്തയും നിങ്ങൾക്ക് ആവശ്യമില്ല. ഞാനും നിങ്ങളും ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നമ്മൾ കഷ്ടതയിൽ കൂടി, ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുമ്പോൾ അവനൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. മാർത്തയും മറിയും വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനിടയായി. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല. എന്നാൽ ഇപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഏതാണെന്ന് പറയുക. നിങ്ങൾക്കറിയാവുന്നതായ കാര്യമാണ്. എന്താണ് അവർ ചെയ്തത്? അവരുടെ സഹോദരൻ രോഗക്കിടക്കിലായിരുന്നപ്പോൾ അവർ എന്താണ് ചെയ്തത്? ഉറക്കെ പറയണം, ഉറക്കെ. എന്താണ് ചെയ്തത്? നമുക്കത് വായിക്കാം. 3-ാം വാക്യം. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിക്കുവാൻ ഇടയായി. ഇതിലെത്ര അത്ഭുതകരമായ അർത്ഥമുണ്ടെന്നറിയാമോ? കർത്താവേ, നിനക്ക് പ്രിയപ്പെട്ടവനില്ലേ? ഞങ്ങളുടെ അനുജൻ ലാസർ, അവൻ ദീനമായി കിടക്കുകയാണ്. അതുമാത്രമേ അവർ പറഞ്ഞുള്ളൂ. കർത്താവേ, ഞങ്ങളുടെ അനുജൻ ദീനമായി കിടക്കുകയാണ്, നീ വേഗം പുറപ്പെടുക, വേഗം വന്ന് അനുജനെ സുഖപ്പെടുത്തുക, ഈ കത്ത് വായിച്ച ഉടനെ നീ പുറപ്പെട്ട് വരേണം എന്നൊന്നും അവിടെ പറയുന്നില്ല. കർത്താവേ, നീ ഇഷ്ടപ്പെടുന്ന, നിനക്ക് പ്രിയമായ ഞങ്ങളുടെ അനുജൻ രോഗം പിടിച്ച് കിടക്കുകയാണ്, നിനക്ക് അറിയിപ്പ് തരികയാണ് ഡാഷ്. അതിൻ്റെ അർത്ഥം നിന്റെ ഹിതം തന്നെ ചെയ്യുക. സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? സുഖപ്പെടുത്തൂ. അങ്ങനെ തന്നെ അയക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുവാനുള്ളതായ ഒരു കഴിവും ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ കഷ്ടതകളെ നിന്നോട് പറഞ്ഞാൽ മതി. അത് മനസ്സിലാക്കുവാനുള്ളതായ ശേഷി നിനക്ക് ഉണ്ട്. അതാണ് അവരുടെ മനസ്സ്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കൂ, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഞാനിതിനെപ്പോഴും നിലവിളിച്ചു കൊണ്ടിരിക്കണം, കഷ്ടത കണ്ടുകൊണ്ട് അവനെ വിടുവിച്ചുകൂടെ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഒരുപക്ഷെ നിങ്ങൾ പറയാതെ തന്നെ അവൻ സഹായിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങളെന്ന് പറയും, എനിക്കറിയാമായിരുന്നു, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പാസ്സാകുമെന്ന്, എനിക്കുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾ പറയും. എന്നാൽ അവനാണ് നിങ്ങളെ പാസ്സാക്കിയത്. അത് നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ ജോലി എനിക്ക് നിശ്ചയമായിട്ടും കിട്ടുമെന്ന്. സത്യത്തിൽ ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് പോലുമില്ലായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കരുണ കൊണ്ടാണ് ആ ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേര് വന്നത്. ഈ വിഷയം നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ദൈവം മറുപടി തരികയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും അത് ദൈവമാണ് ചെയ്തതെന്ന്? എന്നാൽ നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം മറുപടി തരുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകുന്നു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്നതായ ഒരു ദൈവം ഉണ്ട് എന്നത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുക മാത്രമല്ല, കേട്ട് ഉത്തരമരുളുകയും ചെയ്യുന്നതായ ഒരു ദൈവം എനിക്ക് ഉണ്ട്. എന്നാൽ നീ പ്രാർത്ഥിക്കാതിരുന്നാൽ എങ്ങനെ അറിയാൻ കഴിയും? ഒരു നിമിഷം ചിന്തിക്കൂ. ദൈവം നിന്റെ ശരീരത്തിന് ഒരു കുറവുമില്ലാതെ നിന്നെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണല്ലോ നീ ദൈവത്തെ വകവയ്ക്കാത്തത്.
ഈ 5 വിരലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കുമെന്നറിയാമോ? ഒരു ദിവസം എൻ്റെ ഈ നഖം പൊട്ടിപ്പോയി, ഈ നഖം ഊരിപ്പോയി. അങ്ങനെ ഉണ്ടായിരുന്നതായ സമയത്ത് എനിക്ക് എൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ ഇടാൻ കഴിഞ്ഞില്ല. ഈ ഷർട്ടുകളുടെ ബട്ടൺസ് ഇടണമെങ്കിൽ എന്തു വേണം? നഖമുണ്ടാകണം. കയ്യിൽ നഖമുണ്ടെങ്കിലേ എനിക്ക് ആ ബട്ടൺസ് ഇടാൻ കഴിയുകയുള്ളൂ. ആ നഖം തന്നത് ആരാണ്? എപ്പോഴെങ്കിലും ദൈവത്തോട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ? സംസാരിക്കൂ. ഇല്ല. എന്തുകൊണ്ടാ? അവൻ തന്നതാണല്ലോ. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നിന്റെ ശരീരത്തെ നോക്കിയാൽ ഭക്തൻ പറയാണ്, കർത്താവേ, ഒരു പ്രാവശ്യം എന്നെ നിർമ്മിച്ചതായ വിധാനം നോക്കിയാൽ എനിക്കത് സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. നീ എന്നെ സൃഷ്ടിച്ച വിധാനം നോക്കുമ്പോൾ നീ അറിയാതെ തന്നെ നിന്റെ ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നീ അറിയാതെ തന്നെ കിഡ്നി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നീ അറിയാതെ തന്നെ നിന്റെ ലിവർ പ്രവർത്തിക്കുന്നു. സഹോദര, സഹോദരി, നമ്മുടെ അറിവ് കൂടാതെ തന്നെ നമ്മുടെ ഹൃദയം എത്ര വേഗത്തിൽ ഇടിക്കണമോ അതേപോലെ ഇടിക്കുന്നു. നീ ഉറങ്ങിയാലും ശരി, അത് ഉറങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് കുറച്ചു നേരം ഹൃദയത്തോട് റെസ്റ്റ് എടുക്കാൻ പറയല്ലേ, നീ പോകും. പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങളുടെ ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവിന് എപ്പോഴെങ്കിലും നന്ദി കരയറ്റിയിട്ടുണ്ടോ? പ്രിയ സഹോദര, സഹോദരി, ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ശരീരം വളരെ അത്ഭുതകരമായതാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്തെങ്കിലും ഒരു തടസ്സമുണ്ടാകുന്നവരെ അതിൻ്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയുകയില്ല. അതാണ്. പ്രിയ സഹോദര, സഹോദരി, ആ ദിവസം യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഈ സഹോദരിമാരൊരു വാർത്ത അയച്ചു കൊടുത്തു. യേശുവേ, നീ ഒരുപാട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ അനുജൻ രോഗം ബാധിച്ചു കിടക്കുന്നു. അത്രയുള്ളായിരുന്നു. അത്രയേ പറഞ്ഞുള്ളൂ. വീട്ടിലേക്ക് വരാനുള്ള വഴി പറഞ്ഞു കൊടുത്തില്ല. എപ്പോൾ വരണമെന്ന് പറഞ്ഞില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം യേശുവിനോട് പറയാനിടയായി. പ്രിയ സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ശരീരത്തിൽ, നിന്റെ ആത്മീയതയിൽ ഏത് പ്രശ്നത്തിൽ കൂടിയാണ് നീ പോകുന്നതെന്ന് നീ ഒന്ന് പറഞ്ഞാൽ മതി. അതിനുശേഷം എന്തു ചെയ്യണമെന്ന് എൻ്റെ കർത്താവിന് നന്നായിട്ടറിയാം. കഷ്ടകാലത്ത് നിങ്ങളെന്നെ വിളിച്ചപേക്ഷിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. നീ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. അതിനുശേഷം എന്തു ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. 46-ാം സങ്കീർത്തനം 1-ാം വാക്യം അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടതയിൽ അവൻ ഏറ്റവും അടുത്ത തുണയുമായിരിക്കുന്നു. എത്ര നല്ല വാക്കാണ്. സഹായകൻ. നല്ല വചനമല്ലേ? ആപത്തുണ്ടായാൽ നിങ്ങൾ വിശ്വസിക്കുന്നവർ എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞാലും ശരി, എൻ്റെ കർത്താവിൽ നീ വിശ്വസിച്ചാൽ അവനൊരിക്കലും നിനക്ക് അനീതി ചെയ്യില്ല. എന്നാൽ നിനക്കുള്ള കഷ്ടത, അത് ഏതു കഷ്ടതയാണോ അതേപോലെ ദൈവത്തോട് പറയണം, കർത്താവേ, ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിലുണ്ടായല്ലോ, ഈ പ്രശ്നം നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. എന്തു ചെയ്യണമെന്ന് നിൻ്റെ ഇഷ്ടം. മനസ്സിലായോ? ഇങ്ങനെ തന്നെ ചെയ്യണമേ കർത്താവേ. ഈ ജോലി തന്നെ എനിക്ക് തരണമേ. അവനെക്കൊണ്ട് തന്നെ എൻ്റെ വിവാഹം നടത്തണമേ. ദൈവത്തിൻ്റെ ഹിതമെന്ന് വെച്ചാൽ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അടിയിൽ നിൻ്റെ ഒപ്പിട്ടിട്ട്, കർത്താവേ, നിൻ്റെ ഹിതമനുസരിച്ച് ഏത് പെൺകുട്ടിയാണോ ഞാൻ വിവാഹം കഴിക്കേണ്ടത്, ഏത് ആൺകുട്ടിയാണോ ഞാൻ വിവാഹം കഴിക്കണമെന്നത് ഇന്ന് നീ തീരുമാനിച്ചിരിക്കുന്നത്, ആ പെൺകുട്ടിയെ, ആ ആൺകുട്ടിയെ എൻ്റെ ജീവിത പങ്കാളിയാക്കി നീ മാറ്റണമേ എന്നെഴുതി ഒപ്പിട്ടാൽ, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏതായിരിക്കും ബെസ്റ്റ്? നിങ്ങൾ പറയുക. ചോദിക്കട്ടെ, നിങ്ങളുടെ ചോയ്സാണോ ബെസ്റ്റ്, അതോ ദൈവത്തിൻ്റെ ചോയ്സാണോ ബെസ്റ്റ്? സത്യം പറയുക. അതുകൊണ്ടാണ് മാർത്തയും മറിയയും പറഞ്ഞത്, കർത്താവേ, ഞങ്ങളുടെ അനുജൻ ദീനമായി കിടക്കുന്നു. അത്രയുള്ളൂ. അതിൻ്റെ ശേഷമായി നീ എന്താണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് നിന്റെ ഇഷ്ടമാണ് ദൈവമേ. ഞങ്ങളുടെ കൈകളിൽ ഒന്നും തന്നെ ഇല്ല. എത്ര അത്ഭുതകരമായ പ്രാർത്ഥനയാണ്. സാധാരണമായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? കണ്ടീഷനുകൾ വയ്ക്കും. ഇങ്ങനെ ചെയ്യണമേ കർത്താവേ, അങ്ങനെ ചെയ്യുമാറാകണമേ എന്നൊക്കെ പറഞ്ഞ് കണ്ടീഷനുകൾ വയ്ക്കും. എന്നാൽ കണ്ടീഷനുകൾ വയ്ക്കുന്നതിനേക്കാൾ നമ്മുടെ കഷ്ടതകൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ
മതിയാകും. അവന് നീ ഉപദേശങ്ങൾ കൊടുക്കേണ്ടതായ ആവശ്യം ഇല്ല. ഇപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ വീണുവെന്നിരിക്കട്ടെ. നിങ്ങൾ എന്തു പറഞ്ഞാണ് നിലവിളിക്കുന്നത്? പറയുക, ഉറക്കെ പറയുക, രക്ഷിക്കണമേ. ആരും അതുകൊണ്ട് ഓടി വരികയാണ്. ഹലോ, തോർത്തെടുക്ക്, ബൂട്ടുകൾ അഴിച്ചു മാറ്റൂ. ഇവയൊക്കെ നിങ്ങൾ പറയുമോ? കയ്യിൽ വാച്ചുണ്ടെങ്കിൽ അതൊന്ന് അഴിച്ചു മാറ്റൂ. പോക്കറ്റിൽ പേഴ്സ് ഉണ്ടെങ്കിൽ അത് എടുത്തു മാറ്റൂ. ഇവയൊക്കെ നിങ്ങൾ പറയുമോ? നിങ്ങൾ എങ്ങനെയാണ് നിലവിളിക്കുന്നത്? അതാണ് രക്ഷിക്കാൻ വരുന്നവന് ഏത് ഡ്രസ്സ് ഇട്ട് നിങ്ങൾക്കെന്താണ്? രക്ഷിക്കുന്നതിൻ്റെ പോക്കറ്റിൽ പേഴ്സ് ഉണ്ടെങ്കിൽ അവൻ ഷൂ ഇട്ടുകൊണ്ട് വന്നാൽ നിങ്ങൾക്കെന്താണ് വേണ്ടത്? ഉറക്കെ പറയുക, രക്ഷയാണ്. അതാണ് ദൈവവും ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം അതുപോലെ തന്നെ കർത്താവിനോട് പറയുക. കർത്താവിനറിയാം എങ്ങനെ ആ പ്രശ്നത്തിൽ നിന്നും നിങ്ങളെ വെളിയിൽ കൊണ്ടുവരണമെന്ന്. എന്നാൽ നമ്മളെന്താണ്? ഉപദേശങ്ങൾ കൊടുക്കും. ദൈവത്തിന് കുറേ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കും. പ്രിയ സഹോദര, സഹോദരി, ദൈവത്തിന് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. അവനൊരിക്കലും വിശ്വസിക്കുന്നവരെ അകറ്റിക്കളയുന്നവനായ ദൈവം അല്ല. ഈ ദിവസം നിങ്ങളുടെ ബൈബിളിലോ ഡയറിയിലോ നിങ്ങൾ എവിടെയാണ് എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്? എഴുതിയെടുക്കുക. കർത്താവ് എനിക്ക് മറുപടി നൽകിയതോർത്ത് നന്ദി കരയറ്റുകയാണ്. നന്ദി കരയറ്റുന്നു. വിശ്വസിക്കുന്നവർ ആയിരിക്കുന്നിടത്ത് മുഴങ്കാൽ മടക്കാമോ? മഹാപരിശുദ്ധനായ സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പ്രാണനെ തന്നെ ഞങ്ങൾക്കായി നീ തന്നുവല്ലോ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നേടിത്തരിക എന്നത് നിനക്ക് കഷ്ടതയുള്ള കാര്യമല്ലല്ലോ. ഞങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ, ഞങ്ങൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നീ ഞങ്ങൾക്കായി ചെയ്തിരിക്കുന്നു. ഇനിയുമുള്ള കാലത്തും നീ ചെയ്യും. എപ്പോഴാണെങ്കിലും നീ ചെയ്യും. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിന്റെ കരത്തിൽ തരുന്നു. നീ ദർശിക്കണമേ. ഞങ്ങളുടെ പ്രാണാത്മ ശരീരങ്ങളെ നിന്റെ കരത്തിലേക്ക് തരികയാണ്. ഒരു നിമിഷം കാണണമേ. പ്രശ്നം എന്താണെന്ന് നോക്കണമേ. രോഗമെന്താണെന്ന് നോക്കണമേ. ബലഹീനത എന്താണെന്ന് നോക്കണമേ. ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിന്റെ കരത്തിലേക്ക് നൽകുകയാണ്. ഒരു നിമിഷം നോക്കണമേ. ബലപ്പെടുത്തണമേ. സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളുടെ ജോലിയെ, ഞങ്ങളുടെ വ്യാപാരത്തെ, ഞങ്ങളുടെ പ്രവൃത്തിയെ, ഞങ്ങളുടെ കൃഷിയെ നിന്റെ കരത്തിൽ തരുന്നു. കാക്കണമേ. നീ ഞങ്ങളെ കാത്തു പരിപാലിക്കും. അതിൽ യാതൊരു സംശയവും ഇല്ല കർത്താവേ. 1% പോലുമില്ല. കർത്താവേ, നീ ഞങ്ങളെ കാക്കുന്നില്ല എങ്കിൽ പിന്നെ ആരാണ് ഞങ്ങളെ കാക്കുന്നത്? നീ ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ ആർക്കാണ് സംരക്ഷിക്കാൻ കഴിയുന്നത്? നിന്റെ കരത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. വിശ്വാസത്തോടുകൂടി നന്ദി കരയറ്റുകയാണ് ദൈവമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.